ഞാനിങ്ങനെ ശബ്ദമില്ലാതെ പുറകെ നിന്ന് ഞാൻ കാണാൻ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സമയത്ത് അമ്മ പ്രാർത്ഥിക്കണം. അത് മുട്ടുകുത്തി നിന്ന് കൈ ഇങ്ങനെ വിരിച്ചു പിടിച്ചു പ്രാർത്ഥിക്കാം. ഞാൻ 3-4 മിനിറ്റോളം അവിടെ നിന്നു ശബ്ദം ഉണ്ടാക്കാതെ. ഞാൻ വിളിച്ചത് എന്തോ പെട്ടെന്ന് തീരുന്നതായിരിക്കും. ഇല്ല, അമ്മ അവിടെ നിൽക്കാം. ഞാൻ പെട്ടെന്ന് അമ്മേനെ വിളിച്ചു. അമ്മ തിരിഞ്ഞു എന്നോട് ചോദിച്ചാൽ ചായ വല്ലതും വേണം വിളിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, എന്നാ നേരത്തെ എഴുന്നേറ്റ്. ഞാൻ നേരത്തെ ചെല്ലാൻ വികാരിച്ചമാണ്. ആ എന്താ പോയി വീണ്ടും ഞാൻ പറഞ്ഞു അമ്മ എന്നാ ചെയ്യുന്നു? അമ്മ പറഞ്ഞു കാണത്തില്ലേ ചോദിച്ചു. അങ്ങനെ മൈൽഡായ ശബ്ദത്തിൽ പറയും കാണത്തില്ലേ ചോദിച്ചു. ഞാൻ അതിനെ കണ്ടു, എനിക്ക് മനസ്സിലായില്ല. ഞാൻ പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ പറഞ്ഞു അമ്മ എന്നെ പ്രാർത്ഥിക്കുന്നു നിനക്ക് അറിയത്തില്ലേ? ഞാൻ പറഞ്ഞു ഈ അമ്മ പറഞ്ഞു എനിക്ക് എന്റെ കാൽച്ചോട്ടിൽ നിന്നൊക്കെ എന്തൊക്കെ പിരി കീറിക്കൊണ്ടിരിക്കുന്നു. കാരണം ഞാനിത് പ്രതീക്ഷിക്കില്ല. അമ്മ ഒന്നാമത് അമ്മ കടന്നു പോകുന്ന സങ്കടങ്ങൾ എനിക്കറിയാം. അമ്മ കടന്നു പോകുന്ന അമ്മയുടെ ചങ്കുപൊട്ടുന്നത് എനിക്ക് എന്താണെന്നറിയാം. ഈ നേരം എടുക്കുന്ന സമയത്ത് 4 മണി സമയത്ത് ഞാൻ കാണുകയാണ് അമ്മ ഇങ്ങനെ നിൽക്കും. അമ്മയോട് ചാച്ചൻ മാറാൻ വേണ്ടി തന്നു. ചാച്ചൻ മാറി സങ്കടപ്പെടാൻ വേണ്ടി. കാരണം അമ്മ എത്ര വർഷമായി അമ്മ എന്നോട് അന്ന് പറഞ്ഞാണ് 1990 മുട്ടുകുത്തിരിക്കാൻ പറയുകയാണ്. 1990 മുതൽ മുട്ടുകുത്തി കൈ തിരിച്ചു പിടിക്കാൻ പറയുന്നത് ഒറ്റക്കാർക്ക് വേണ്ടി ചാച്ചു വേണ്ടി. ഞാൻ പറഞ്ഞു അമ്മ വേറെ പാടിയൊന്നുമില്ല. ഒരു സെമിനാരിക്കാരൻ പറയേണ്ട വാക്കെന്നാൽ നമുക്ക് വേറെ പണിയൊന്നുമില്ല.